ഹലോ ഡിയേഴ്സ്, നമുക്കൊന്നൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ. സോ വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ അഞ്ജു ഷിജി. അപ്പോൾ ഇത് വെറും മാംഗോ പുഡിംഗ് അല്ല, കോക്കനട്ട് മാംഗോ പുഡിംഗ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ആവശ്യമായത് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ്. അത് വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തി ആക്കി മാറ്റി ഈ പുഡിങ്ങിന് കേട്ടോ. പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത മാംഗോസ്, പിന്നെ കോക്കനട്ട് മിൽക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തികച്ചും ഓപ്ഷണലാണ്. പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, ബിക്കോസ് മാങ്ങ നല്ല പഴുത്തതായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ യു ക്യാൻ ആഡ്. ഒരു ഗ്ലാസ് ബോളാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റാക്കാൻ വേണ്ടി ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം കോക്കനട്ട് മിൽക്ക് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. അങ്ങനെ ശേഷം മാംഗോ വെച്ച് ലെയർ സെറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ 3 ലെയറിന് സെയിം റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 3 ലെയർ ടോപ്പിംഗ് വെച്ച് കൊടുത്തു. ഇനി ടോപ്പിങ്ങിനായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ബൗൾ അടച്ച് വെച്ചതിന് ശേഷം പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 45 മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ അടച്ച് വയ്ക്കാം കേട്ടോ. യെസ്, ഞാനിവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പോവാണ്. നമുക്ക് തുറന്ന് നോക്കാം. വാവ്, കാണാൻ തന്നെ സൂപ്പറായിട്ടുണ്ടല്ലേ, സെറ്റായി വന്നിട്ടുമുണ്ട്. യമ്മിയാണ്. കഴിച്ചു നോക്കിയപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ മാംഗോ സീസൺ കഴിയും മുമ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കും. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ.